ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഞണ്ട് റോസ്റ്റ് ആണ്. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതും അതുപോലെ തന്നെ സ്വാദിഷ്ടമായിട്ടുള്ളൊരു റെസിപ്പിയും കൂടിയാണിത്. ഞണ്ടുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ സമുദ്രത്തിൽ ജീവിക്കുന്നതും ശുദ്ധജലത്തിൽ ജീവിക്കുന്നതുമായിട്ടുള്ള 850-ൽ പരം ഞണ്ടുകൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. എങ്കിലും എല്ലാം ഭക്ഷ്യയോഗ്യമല്ല. അപ്പോൾ നമുക്ക് ലഭിക്കുന്നതിൽ ഭക്ഷ്യയോഗ്യമായിട്ടുള്ള ഞണ്ടുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ബ്ലൂ ക്രാബാണ് എനിക്കിവിടെ കിട്ടിയിരിക്കുന്നത്. റോസ്റ്റിന് വേണ്ടിയിട്ട് 9 മീഡിയം ഞണ്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ആദ്യമേ തന്നെ മുഴുവനായിട്ട് നല്ല രീതിയിലൊന്ന് മണ്ണെല്ലാം പോകുന്ന തരത്തിൽ കഴുകി വൃത്തിയാക്കി എടുക്കാം. അതിനുശേഷം ഇത് ഞണ്ടിൻ്റെ ഇറുക്കുകാലുകളാണ്, പിന്നെ കണ്ണ്, ഇത് വായ, പിന്നെ ഇത് വയറിൻ്റെ ഭാഗമാണ്, പിന്നെ ഇത് പിൻകാലുകളാണ് കാണുന്നത്. ഓരോ സൈഡിൽ 5 കാല് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ചെറിയ കാലെടുത്ത് കളയണം. ഈ ഇറുക്കുകാല് നമുക്ക് റോസ്റ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. പിൻകാലുകൾ വേണമെങ്കിൽ നിങ്ങൾക്ക് മൂർച്ചയുള്ള ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ബാക്കിയുള്ള ഭാഗം എടുത്ത് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ഉപ്പും മഞ്ഞളും കൂടെ ചേർത്ത് ഫ്രൈ ചെയ്തോ ഗ്രില്ല് ചെയ്തോ വേവിച്ചോ കഴിക്കാൻ നല്ലതാണ്. ഇതിൻ്റെ വയറിൻ്റെ ഭാഗം കളയുന്നതോടൊപ്പം തന്നെ ചെറിയ കാലുകളും അതും മാറ്റണം. ഇറുക്കുകാല് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതിന്റെ പുറന്തോടാണ് നമുക്ക് ഇളക്കേണ്ടത്. അത് ഇതുപോലെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഇളക്കിയെടുക്കാവുന്നതാണ്. അതല്ല നിങ്ങൾക്ക് കൈകൊണ്ട് ഇളക്കുന്നത് ബുദ്ധിമുട്ടാണെങ്കിൽ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ ചെറിയ കത്തിയോ സ്പൂണിന്റെ പിൻഭാഗമോ ഉപയോഗിച്ച് എടുക്കാവുന്നതാണ്. ഞണ്ടിന്റെ ഈ 2 സൈഡിലും കാണുന്ന സോഫ്റ്റ് ആയിട്ടുള്ള വെള്ള ഭാഗം എന്ന് പറയുന്നത് അതിന്റെ ഗിൽസ് ആണ്, അതും കളയേണ്ടതാണ്. അപ്പൊ ഇത്രയാണ് ഞണ്ടില് കളയേണ്ട ഭാഗങ്ങൾ. അങ്ങനെ എല്ലാ ഞണ്ടുകളുടെ ഷെല്ലുകളെ ഇളക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 2-3 വെള്ളം നല്ല രീതിയിലൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം. ഇതുപോലെ പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് വേണമെങ്കിലും കഴുകാം. അതല്ലെങ്കിൽ ടാപ്പ് തുറന്നു വിട്ടിട്ട് അതിനടിയിൽ കാണിച്ച് കഴുകിയാലും മതിയാകും. ഈ മഞ്ഞ നിറത്തിൽ കാണുന്നത് എന്ന് പറയുന്നത് ക്രാബിന്റെ ഫാറ്റ് ആണ്. ചിലർക്ക് ഇത് ഇഷ്ടമാണ്, ചിലർക്ക് ഇത് ഇഷ്ടമല്ല. എന്തായാലും അത് ഭക്ഷ്യയോഗ്യമാണ്. ഒരു വെള്ളം കഴുകിയതിന് ശേഷം അടുത്ത് ഞാൻ ചെയ്തിരിക്കുന്നത് ഒരു പാത്രത്തിൽ കുറച്ച് ഉപ്പും മഞ്ഞളും കൂടെ ഇട്ട് നന്നായി മിക്സ് ചെയ്ത് അതിലേക്ക് ഞണ്ടിൻ കഷ്ണങ്ങൾ ഇടുക. 3 തൊട്ട് 5 മിനിറ്റ് വരെ വെച്ചേക്കണം. ഉപ്പ് ചേർക്കണമെന്നില്ല, മഞ്ഞൾ മാത്രം ചേർത്ത് ചെയ്താൽ മതിയാകും. സാധാരണ സീ ഫുഡ് ഐറ്റംസ് ഉപയോഗിക്കുമ്പോൾ ഇതുപോലെ മഞ്ഞളും ഉപ്പും ചേർത്ത് അല്ലെങ്കിൽ മഞ്ഞൾ ചേർത്ത് കുറച്ചു നേരം വച്ചിരിക്കുന്നത് നല്ലതാണ്. നിറവ്യത്യാസം വരികയാണെങ്കിൽ ഉപയോഗിക്കാൻ പാടില്ല. ഞണ്ടിൻ കഷ്ണങ്ങൾ വെള്ളം തോർത്തി എടുക്കുക. വെള്ളം തോർത്തി എടുത്തതിന് ശേഷം ഒരു വെള്ളം കൂടെ കഴുകി ഉപയോഗിക്കാവുന്നതാണ്. അതല്ലെങ്കിൽ നേരിട്ട് തന്നെ ഉപയോഗിക്കാവുന്നതാണ്. അങ്ങനെ എല്ലാ കഷ്ണങ്ങളും തോർത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വലുപ്പമുള്ള കഷ്ണങ്ങൾ 2ആയിട്ട് മുറിച്ചെടുക്കാം. ഞണ്ടിന്റെ ഈ ഭാഗം നല്ല സോഫ്റ്റ് ആണ്. ഈ വശത്ത് കത്തിവെച്ച് മുറിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ മുറിഞ്ഞു കിട്ടും. ഇതുപോലെ മുറിക്കുന്നത് ബുദ്ധിമുട്ടാണെന്നുള്ളവർക്ക് കട്ടിംഗ് ബോർഡിൽ വെച്ചോ അതല്ലെങ്കിൽ മീൻ കട്ട് ചെയ്യുന്ന കത്രിക വെച്ചും മുറിച്ചെടുക്കാവുന്നതാണ്. ഇതുപോലെ 2ആയിട്ട് മുറിച്ചെടുക്കണം. അതുപോലെ തീരെ ചെറിയ കഷ്ണങ്ങൾ 2ആയിട്ട് മുറിക്കേണ്ട കാര്യമില്ല. വലിയ കഷ്ണങ്ങൾ അതേപടി ഇടാതെ ഇതേപോലെ മുറിച്ചിടുമ്പോൾ പാകം ചെയ്യുന്ന സമയത്ത് എല്ലാ കഷ്ണങ്ങളിലും മസാല നന്നായി ചേർന്ന് റോസ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും. അങ്ങനെ ഞണ്ടെല്ലാം വൃത്തിയാക്കി എടുത്ത് 450 ഗ്രാമാണ് കിട്ടിയിരിക്കുന്നത്. ഇത് ചെറിയ കാലുകളാണ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് പാകം ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമുക്ക് റോസ്റ്റ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അത്യാവശ്യം വലുപ്പമുള്ള ഒരു പാൻ എടുക്കുക. പാൻ ചൂടായതിനു ശേഷം എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ഇവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. വെജിറ്റബിൾ ഓയിലും ഉപയോഗിക്കാവുന്നതാണ്. കടുക് ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണയാകുമ്പോൾ സ്വാദ് കൂടുതലായിരിക്കും. കടുക് പൊട്ടിയതിനു ശേഷം കുരുമുളക് ചേർത്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, പച്ചമുളക് എന്നിവ ചേർത്ത് ഒന്ന് വഴറ്റണം. പച്ചമണം മാറി വരുമ്പോഴേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി കൂടെ ചേർത്ത് കൊടുക്കണം. ചെറിയ ഉള്ളി ഒന്ന് വാടി കിട്ടുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പൂടെ ചേർത്ത് കൊടുക്കുക. ഞണ്ടിന് നമുക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടുതൽ ചേർക്കണം. അപ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ശേഷം
നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഉള്ളി ഏകദേശം വാടി വരുമ്പോഴേക്ക് തക്കാളി കൂടെ ചേർത്ത് കൊടുക്കാം. തക്കാളി നല്ല വെന്ത് കുഴഞ്ഞ് കിട്ടേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് തന്നെ മൂടി അടച്ചു വെച്ച് വേവിക്കണം. ഇനി മൂടി തുറന്ന് നോക്കാം. തക്കാളി നല്ല വെന്ത് എണ്ണ മുകളിലേക്ക് തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് പൊടികളായിട്ടുള്ള ചേരുവകളെല്ലാം ചേർത്ത് കൊടുക്കാം. ആദ്യം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി റോസ്റ്റായി വരുമ്പോഴേക്ക് മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കണം. 4 പച്ചമുളക് ഞാൻ ചേർത്തിട്ടുണ്ട്. അത് അത്യാവശ്യം നല്ല എരിവുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിറത്തിന് വേണ്ടിയിട്ട് കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി കുറച്ച് വേണമെന്നുള്ളവർക്ക് കുറച്ച് അളവിന് ചേർത്താൽ മതിയാകും. ഗരം മസാല കൂടെ ചേർത്ത് ഇളക്കണം. അതിനുശേഷം റോസ്റ്റിംഗ് മിക്സ് നന്നായി വാടുന്നത് വരെ റോസ്റ്റ് ചെയ്യണം. ഇനി നമുക്ക് ഞണ്ടിൻ്റെ കഷ്ണം ചേർത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും പകുതി നാരങ്ങ നീരോടെ ചേർത്ത് ഇളക്കാം. നല്ല പുളിപ്പുള്ള നാരങ്ങയാണെങ്കിൽ അളവ് കുറച്ച് ചേർക്കുക. ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായി യോജിപ്പിച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ച് 5 തൊട്ട് 10 മിനിറ്റ് വരെ മൂടി അടച്ചു വെച്ച് വേവിക്കുക. ഈ സമയത്ത് പ്രത്യേകം വെള്ളം ചേർക്കേണ്ട കാര്യമില്ല. കാരണം ഞണ്ട് വേകാൻ തുടങ്ങുമ്പോഴേക്ക് അതിൽ നിന്ന് തന്നെ വെള്ളം മസാലയിലേക്ക് ഇറങ്ങി വരും. 5 മിനിറ്റ് ആകുമ്പോഴേക്ക് ബാക്കിയുള്ള കറിവേപ്പില കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് പൊടിച്ചു വെച്ചിരിക്കുന്ന പെരിഞ്ജീരകം കൂടെ ചേർത്ത് കൊടുക്കാം. ഏകദേശം 3 തൊട്ട് 5 മിനിറ്റ് വരെ വീണ്ടും സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ വെച്ച് റോസ്റ്റ് ഡ്രൈ ആക്കി എടുക്കണം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഞണ്ട് റോസ്റ്റ് തയ്യാറായി കഴിഞ്ഞു. ഇത് നിങ്ങൾക്ക് ഊണിനോടൊപ്പമോ ഡിന്നർ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയായ അപ്പം, ഇടിയപ്പം, ചപ്പാത്തി, പുട്ട് ഇവയോടൊപ്പം നമുക്ക് കഴിക്കാൻ പറ്റുന്ന നല്ല കോമ്പിനേഷനുള്ളൊരു റെസിപ്പിയാണിത്. അങ്ങനെ ഞണ്ട് എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നതെന്നും വളരെ എളുപ്പത്തിൽ രുചികരമായിട്ടുള്ള ഞണ്ട് റോസ്റ്റ് റെസിപ്പി ചെയ്യുന്നത് എങ്ങനെയാണെന്നും മനസ്സിലാക്കിയല്ലോ. തീർച്ചയായും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കുന്നവർക്ക് ഇതിന്റെ ടേസ്റ്റ് എത്രത്തോളം ആണെന്ന് മനസ്സിലാകും. ഇനി നമുക്ക് ഞണ്ട് കഴിക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്ന ആരോഗ്യപരമായ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് കൂടെ നോക്കാം. തടി കുറയ്ക്കാൻ സഹായിക്കുന്നു. കാരണം 100 ഗ്രാം ഞണ്ടിറച്ചി എടുക്കുകയാണെങ്കിൽ 1.5 ഗ്രാം കൊഴുപ്പ് മാത്രമാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത്. ബാക്കിയുള്ളത് പ്രോട്ടീനാണ്. പ്രോട്ടീൻ തടി കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു ഘടകമാണ്. പിന്നെ കണ്ണിന്റെ കാഴ്ചയ്ക്ക് ഉത്തമമാണ്. കാരണം ഇതില് വൈറ്റമിൻ എ ധാരാളം അടങ്ങിയിരിക്കുന്നു. ഇതിലെ റെറ്റിനോയിക് ആസിഡ്, ബീറ്റ കാരറ്റിൻ കാഴ്ചശക്തിക്ക് ഏറെ ഉത്തമമാണ്. മറ്റെല്ലാ സീ ഫുഡ്സുകളെ അപേക്ഷിച്ച് ഞണ്ടിറച്ചിയിൽ ധാരാളം സെലേനിയം അടങ്ങിയിരിക്കുന്നു. അതുപോലെ ശരീരത്തിലുള്ള ഫ്രീ റാഡിക്കലുകൾ തടയുന്നതിനാൽ ക്യാൻസർ പോലുള്ള രോഗങ്ങൾ തടയുവാനും ചർമ്മകോശങ്ങളെ സംരക്ഷിക്കുന്നതിനാൽ ചർമ്മത്തിനുണ്ടാകുന്ന പ്രായാധിക്യം തടയുകയും ചെയ്യുന്നു. പിന്നെ തൈറോയ്ഡ് പ്രശ്നങ്ങൾക്കുണ്ടാകുന്ന നല്ലൊരു പരിഹാര മാർഗമാണ് ഞണ്ടിറച്ചി. അതുപോലെ ഞണ്ടിൽ അടങ്ങിയിരിക്കുന്ന കോപ്പർ, ഒമേഗ 3 ഫാറ്റി ആസിഡുകൾ നമ്മുടെ ഹൃദയാരോഗ്യത്തിന് ഉത്തമമാണ്. കൊളസ്ട്രോൾ കൂടുമെന്ന് ഭയക്കാതെ നമുക്ക് കഴിക്കാവുന്ന ഒരു നോൺ വെജ് ഭക്ഷണമാണിത്. കൂടാതെ നമ്മുടെ ശരീരത്തിന്റെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് ഇത് സഹായകമാണ്. നമ്മുടെ മാനസികാരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനുള്ള ഉത്തമമായ ഒരു വഴി കൂടിയാണിത്. കാരണം ഇതിൽ അടങ്ങിയിരിക്കുന്ന പ്രോട്ടീൻ, സിങ്ക്, ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് എല്ലാം തലച്ചോറിന്റെ ആരോഗ്യത്തിന് ഉത്തമമാണ്. അതോടൊപ്പം തന്നെ നാഡികളുടെ പ്രവർത്തനത്തിനും മറ്റും സഹായിക്കുന്ന മെലനിൻ ഇതിൽ ധാരാളം ഉണ്ട്. ഇതിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ B12, സിങ്ക് എന്നിവ മുറിവുകൾ പെട്ടെന്നുണങ്ങാൻ സഹായിക്കുന്നു. എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യം നിലനിർത്താൻ സഹായിക്കുന്നു. കാരണം ഇതിൽ ധാരാളം കാൽഷ്യം, ഫോസ്ഫറസും അടങ്ങിയിരിക്കുന്നു. അതുപോലെ ഓസ്റ്റിയോപോറോസിസ്, പാരമ്പര്യമായിട്ട് എല്ല് സംബന്ധമായ രോഗങ്ങളുള്ളവർക്കൊക്കെ അവരുടെ ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്താൻ പറ്റിയൊരു വിഭവം കൂടിയാണിത്. ദോഷവശമെന്ന് പറയുമ്പോൾ ഏത് സാധനവും അമിതമായിട്ട് കഴിച്ചാൽ ദോഷമാണ്. അലർജി ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ പ്രായഭേദമന്യേ കുട്ടികൾക്കെന്ന് മാത്രമല്ല മുതിർന്നവർക്കും കഴിക്കാൻ പറ്റുന്നൊരു വിഭവമാണിത്. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതോടൊപ്പം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്